പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പലഹാരമാണ്. അതിനായിട്ട് ഒരല്പം മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇത് വറുത്തെടുത്തതാണ്. ജീരകം പൊടിച്ചതും ഒരല്പം ഉപ്പും തേങ്ങാപ്പാൽ. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ബൗൾ എടുത്തതിന് ശേഷം ബൗളിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മൈദ, ഉപ്പ് ആവശ്യത്തിന്, ജീരകം പൊടിച്ചത് കൂടി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി തേങ്ങാപ്പാൽ. അടുത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം തേങ്ങ കൊത്തിയത് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതുപോലെ ഒന്ന് നമ്മൾ മാവാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വറുത്തെടുത്ത തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇഡ്ഡലിത്തട്ടിൽ ഒരല്പം നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ചട്നിക്കൊപ്പമോ എന്തെങ്കിലും കറികൾക്കൊപ്പമോ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കുവാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്